നമസ്കാരം, സ്വാഗതം. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. ഹരിനാമകീർത്തനം അടുത്ത ഒരു പദ്യം നോക്കാം. ഇന്ന് പദ്യം 51, 52 നോക്കുന്നത്. അപ്പോൾ ഫലമില്ലയാതെ മമ വശമാക്കൊല ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുദിപ്പതിന് കളയാതെ കാലമിഹ നാരായണായ നമ. ഇതാണ് 51 പദ്യം. അത് പറയുന്നത് നമ്മുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്ക് നമുക്കെപ്പോഴും ഒരു മലഭാണ്ഡമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. മലമൂത്രമായ തടി എന്നാണ് പറയുന്നത്. മലഭാണ്ഡമാണ് ഈ ശരീരം. അതിനെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഈ ജീവിതം മുഴുവൻ. എന്നാൽ അതിനെ നമ്മളൊരു നല്ല ഒരു ഉദ്ദേശത്തിനും ഒരു ലക്ഷ്യത്തിനും വേണ്ടി ഈ ജീവിതം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ഒരു ഗുണമുണ്ടാവും എന്നുള്ള ഒരു അറിവും തരുന്നുണ്ട്. അതാണ് ഫലമില്ലയാതെ മമ വശമാക്കല ജഗതി മലമൂത്രമായ തടി പലനാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുദിപ്പതിന് കളയാതെ കാലമിഹ നാരായണായ നമ. അതായത് ഈ ക്ലേശം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ ഈ മലമൂത്രമായ ഈ ഭാണ്ഡമാണ് നമ്മുടെ ശരീരമെന്നും അതിനെ വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഭഗവാനെ അറിയാനോ സാക്ഷാത്കാരം ഈശ്വരനെ സാക്ഷാത്കരിക്കാനോ നേടാനോ കഴിയാതെ നമ്മളിങ്ങനെ ഭൂമിയിൽ ഉഴറുന്നു. അങ്ങനെ അത് നമ്മുടെ ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്ന ശരീരാഭിമാനം മാത്രമാണ് നമ്മളെ ഉണ്ടാക്കുന്നത് എന്നും ആ ഒരു അദ്വൈത ബ്രഹ്മജ്ഞാനം ഉള്ളിൽ പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുന്നതിന് ഈ ജീവിതത്തിൽ ഇനിയെങ്കിലും താമസിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ ദേഹമെന്ന് പറയുന്ന മലഭാണ്ഡമാണ് എന്ന് പറയുന്നു. അത് സപ്തധാതുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതായത് മാംസം, മേധസ്, അസ്ഥി, മജ്ജ, രസം, ശുക്ലം ഇതൊക്കെയാണ് സപ്തമലങ്ങൾ എന്ന് പറയും അതിന്. ഈ സപ്തമലങ്ങൾ കൊണ്ടാണ് ഈ ദേഹം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിരന്തരം പരിണാമം സംഭവിക്കുന്നു, അവസാനം നശിക്കുന്നു. അത് പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരാനുള്ളതാണ്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ശരീരം ആത്മസാക്ഷാത്കാരത്തിനാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് തരുന്നു. എന്നാൽ ശരീരം എന്ന ഈ ഉപകരണത്തെ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനം എന്ന് വിചാരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ മാത്രമേ ആ ശരീരം നമുക്ക് എപ്പോഴും തരുള്ളൂ. പലവിധ രോഗങ്ങളും അതുപോലെ പല ബന്ധനങ്ങളും ഒക്കെ നമ്മളെ ഇങ്ങനെ ഇട്ട് ഈ ഭൂമിയിലിട്ട് നമ്മളെങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ ഈ ഭൗതികമായ കാമങ്ങൾ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ ഉപകരണം ഉപയോഗിച്ചാൽ അത് നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ പതനത്തിനും ഒക്കെ കാരണമായി ഭവിക്കുമെന്നും അതുകൊണ്ട് ഈ ശരീരത്തെ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്ന് ആചാര്യന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എഴുത്തച്ഛൻ എന്ന മഹാ ആചാര്യനും നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിലെ വാക്കുകൾ ജഗതി എന്ന് പറയുമ്പോൾ ലോകത്തിൽ മലമൂത്രമായ തടി മലഭാണ്ഡമായ ഈ ശരീരം ഫലമില്ലയാതെ എന്ന് പറയുമ്പോൾ ആത്മസാക്ഷാത്കാരം നേടാൻ ഇടവരാതെ പല നാൾ വളരെ കാലം മമ വശമാക്കൊല ഞാൻ എൻ്റേത് എന്ന അഭിമാനങ്ങൾക്ക് വഴി തെളിക്കരുത് എന്നും അളവില്ലയാതെ വെളിവ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ജ്ഞാനം അകമേയുദിപ്പതിന് ഉള്ളിൽ പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുന്നതിന് ഈ ജീവിതത്തിൽ കാലം കളയാതെ ഇനി ഒട്ടും താമസിക്കരുത്. നാരായണായ നമ. നാരായണന് നമസ്കാരം. അങ്ങനെയാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ ഉപനിഷത്തിൻ്റെ തത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്ന മലമൂത്രമായിട്ടുള്ള ഒരു ഭാണ്ഡമാണ് എന്നും അതിനെ ഇങ്ങനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്തായാലും ഈ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖ ദുരിതങ്ങളും നല്ലതും ചീത്തയും വരും. നല്ലതുണ്ടാവും, പിന്നെ പല ദുഃഖ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക്
എന്താ പറയുക, ജീവിതത്തിൽ അത്രയ്ക്ക് ഒരു സുഖമുണ്ടാവില്ല എന്നും നമ്മുടെ ഒരു ദുഃഖത്തിനും പതനത്തിനും അത് കാരണമാവുമെന്നും അതുകൊണ്ട് ഈ ശരീരത്തെ ആത്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ഭഗവാനെ അറിയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. അടുത്ത പദ്യം 52. ബന്ധുക്കളർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവനുലകിൽ നിൻ തത്വമൊക്കെ ഇത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും ഒന്നാക്കലാമമചമ നാരായണായ നമാം. അപ്പോൾ ഈ ബന്ധുക്കളും ഗൃഹവും പുത്രവും തുടങ്ങിയവയൊക്കെ നമുക്കൊരു ബന്ധനമാണ് എന്ന് പറഞ്ഞു തരുന്നു. അതായത് നമ്മളിങ്ങനെ ആ ഒരു കുരുക്കിലിങ്ങനെ കിടക്കുകയാണ്. കാരണം നമുക്ക് ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും കിട്ടില്ല. നമ്മൾ പല പല ബന്ധനങ്ങളിൽ പെട്ടുപോയിടും. അപ്പോൾ ബന്ധങ്ങളാണ് ബന്ധനങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ, അതായത് ബന്ധുക്കളും അർത്ഥം പലതര പണം, വീട്, പുത്രൻ, ബന്ധുക്കൾ, ഇതൊക്കെ ഭാര്യ, ഭർത്താവ്, ഈ ബന്ധങ്ങളൊക്കെ തന്നെ ഈ ലോകത്തിൽ നമുക്ക് പലതരം ബന്ധനങ്ങളാക്കി നമ്മളെ മാറ്റുന്നു എന്നും, അപ്പോൾ ആ ഒരാൾക്ക് ഭഗവാന്റെ തത്വം എന്ന് പറയുന്നത് അന്ധൻ്റെ നേരെ ഒരു കണ്ണാടി കാണിച്ചാൽ ആ അന്ധന് വല്ലതും കാണാൻ പറ്റും. അപ്പോൾ കുരുടൻ്റെ നേരെ കണ്ണാടി കാണിച്ചതുപോലെയാണ് ഒരിക്കലും അയാൾക്ക് ഈ ഒരു ഈശ്വരാനുഭവം ഉണ്ടാവാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചുഴിയിൽ പെട്ട് കിടക്കുകയാണ്. ബന്ധുക്കളും അർത്ഥവും വീടും പുത്രനും ആ ഭാര്യ, ഭർത്താവ്, അങ്ങനെയുള്ള ലോക വിഷയങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ച് കിടക്കുമ്പോൾ ആ ഒരു മമതാബന്ധനം എന്ന് പറയും. ഈ ബന്ധങ്ങളാണ് ബന്ധനങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം നമ്മുടെ ആ ഫുൾ ഒരു എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ശരിക്കും അനുഭവിക്കണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ഈ ബന്ധനങ്ങളെ കുറച്ച് മാറ്റാൻ കഴിയണം. നമ്മൾ പക്ഷേ ഈ ഇതിൽ നിന്നൊക്കെ ഓടിപ്പോകണം എന്ന് ആരും പറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ നിന്നുകൊണ്ട് തന്നെ, എല്ലാ ബന്ധങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ കഴിയുക. അതിനെയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്ന് പറയുക. അപ്പോൾ അത് ചെയ്യാതെ ഈ ബന്ധുക്കളും അർത്ഥവും ഗൃഹവും പുത്രനും ഭാര്യയും ഭർത്താവും എന്നുള്ള ആ ഒരു ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ നേരെ കാണിക്കുന്നത് കണ്ണാടി എന്ന് പറയുന്നത് കുരുടന് കണ്ണാടി കാണിച്ച പോലെയാണ്. അയാൾക്ക് ഒന്നും കാണാൻ കഴിയുകയില്ല. അതുപോലെ ഒരു അവസ്ഥ വരാനിടയാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു, ബന്ധുക്കളർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവനുലകിൽ നിൻ തത്വമൊക്കെ ഇത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും ഒന്നാക്കലാമമച നാരായണായ നമാം. ഈ ഒരു പദ്യം, ഇപ്പം ഞാനിന്ന് പറഞ്ഞ 2 പദ്യം എന്നത്തെയും കാലത്ത് പ്രസക്തം തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യന് വളരെ നല്ലൊരു അറിവ് തരുന്ന 2 പദ്യങ്ങളാണ്. അതായത് ബന്ധുക്കൾ, പണം, വീട്, പുത്രൻ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ലോക വിഷയങ്ങളിൽ കുരുങ്ങിയിട്ട് ഞാൻ എൻ്റേത് എന്നുള്ള മമതാബന്ധത്തിൽ ഇരിക്കുന്ന ഈ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സാന്നിധ്യത്തെ അറിയാൻ കഴിയാതെ അവൻ കാണുന്നത്, കുരുടന് ഒരു കണ്ണാടി കാണിച്ചാൽ അതിൽ പ്രതിബിംബം അതിനെ കാണാൻ കഴിയാത്ത പോലെയാണ് അവൻ്റെ അനുഭവം എന്ന് പറയുന്നു. അപ്പോൾ അർത്ഥം ഒന്ന് നോക്കാം. ബന്ധുക്കളർത്ഥഗൃഹ പുത്രാദിജാലം എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ, പണം, വീട്, പുത്രൻ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയവ ലോകവിഷയങ്ങളിൽ ബന്ധിച്ചു വന്നുലകിൽ, ഞാൻ എൻ്റേത് എന്ന ബന്ധങ്ങളിൽ പെട്ട് കിടക്കുന്നവന് ഉലകിൽ, ഈ ലോകത്ത് തത്വമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം. തത്വം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യത്തിനാണ് തത്വം എന്ന് പറയുന്നത്. അന്ധന് കാട്ടിയൊരു കണ്ണാടി പോലെ വരും. കുരുടന് കാണിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ് ഭഗവാന്റെ തത്വത്തെ കാണുന്നത്.
അവന് കണ്ടറിയാൻ കഴിയാതിരിക്കുന്നത് പോലെ അവനൊരിക്കലും ആ തത്വത്തെ അനുഭവിക്കാനും കഴിയുകയില്ല. മമച്ച എന്നാക്കല, എനിക്കും അതുപോലൊരവസ്ഥ വരാനിടയാകരുത്. അന്ധൻ കണ്ണാടി കാണുമ്പോൾ പ്രതിബിംബം കാണാത്തതുപോലെ എനിക്ക് അങ്ങനെ ഒരു വരുത്തരുതേ, അവസ്ഥ വരുത്തരുതേ ഭഗവാനെ എന്ന് പറയുന്നു. നാരായണായ നമഃ. അപ്പോൾ ഈ ഭോഗ ഐശ്വര്യങ്ങളിൽ പെട്ട് ഉഴലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ കുറച്ചെങ്കിലും ആ ഒരു ഭഗവാനെ അറിയാനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മനസ്സിനെ തിരിക്കാതിരിക്കുമ്പോൾ ആ നമ്മുടെ മനസ്സ് കുരുടന് കണ്ണാടി കാണിക്കുമ്പോൾ അതിൽ പ്രതിബിംബം കാണാത്തതുപോലെ ആയിട്ട് മാറും. അപ്പോൾ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ ഒരിക്കലും അറിയാൻ കഴിയില്ല. അത് കൂടുതൽ ദുഃഖ ദുരിതങ്ങളിലേക്ക് പതിക്കാൻ ഇടവരുത്തും എന്നും ഉള്ള ഒരു സൂചന നമുക്ക് തരുന്നു. അപ്പോൾ അമൃതത്വം കൈവരിക്കാൻ കഴിയില്ല. വളരെ ദയനീയമായിട്ടുള്ള ഒരു ശാരീരികമായ ഒരു സ്ഥിതിയിലായിരിക്കും അയാൾ ജീവിക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ പദ്യം ചൊല്ലാം. ഇന്ന് ചൊല്ലിയത് 2 പദ്യങ്ങളാണ്. ഫലമില്ലയാതെ മമ വശമാക്കൊല ജഗതി മലമൂത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുതിപ്പതിന് കളയാതെ കാലമിഹ നാരായണായ നമഃ. അടുത്ത 52ാമത്തെ പദ്യം. ബന്ധുക്കളർത്ത ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കെ ഇത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമൊന്നാക്കലാമമച നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഈ പദ്യം 50, 51, 52 ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നന്ദി, നമസ്കാരം.